നമസ്കാരം, ഞാൻ ബിജീഷ് ഉള്ളൂർ. പ്രൊഫഷണലി ഒരു ഫുൾ ടൈം ട്രേഡറാണ്. നിഫ്റ്റിയുടെ ഇന്നത്തെ സെറ്റപ്പ് നമുക്ക് നോക്കാം. വരും ദിവസങ്ങളായാലും നമുക്ക് നിഫ്റ്റിനെ മാനേജ് ചെയ്യാനുള്ള റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏതാണ്, ഈ ഒരു ട്രെൻഡ് എങ്ങനെയാണ്, ഈ ഒരു ട്രെൻഡ് നമുക്ക് എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്. ഈ ട്രെൻഡിനെ കുറിച്ച് നമ്മൾ വളരെ കൃത്യമായിട്ട് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. നിഫ്റ്റിക്ക് 25,000 മുകളിൽ നിഫ്റ്റിക്ക് റെസിസ്റ്റൻസ് ഏരിയ ആണ്. കാരണം ഇതൊരു കൺസോൾട്ടേഷൻ മാർക്കറ്റാണ്. അപ്പോൾ അതിൻ്റെ ഒരു മുകളിൽ നിൽക്കുമ്പോൾ വ്യക്തമായിട്ട് മാനേജ് ചെയ്യേണ്ട രീതി, ഇൻട്രാഡേയിൽ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിരുന്നു. നിഫ്റ്റിയിലും ഇന്ന് 25,317 വരെ പോയതിന് ശേഷം 24,044 നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒരു ഹയർ ലെവലിൽ നിന്ന് ഒരു റിജക്ഷനാണ് മാർക്കറ്റിൽ വന്നിരിക്കുന്നത്. മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡ് രണ്ട് സൈഡിലേക്കും ബോത്ത് സൈഡിലേക്കും ഒരു പ്രോബബിലിറ്റി ഉള്ള ഒരു സെറ്റപ്പാണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അപ്പ് മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് നിഫ്റ്റിയിലും 25,230 മുകളിലേക്ക് ക്ലോസിംഗ് ലെവൽ, ക്ലോസിംഗ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഡെയിലി ക്യാൻഡലിൻ്റെ ക്ലോസിങ്, ഇതിൻ്റെ മുകളിലേക്ക് ക്ലോസ് ചെയ്താൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു അപ്പ് മൂവ്മെൻറ്റ് മാർക്കറ്റിൽ കണ്ടിന്യൂ ചെയ്യും. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു ഏരിയ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് ഒന്ന് സ്ട്രഗിൾ ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു ഏരിയ നിഫ്റ്റിനെ കാണുന്നത്. റൈറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക, റൈറ്റ് റെസിസ്റ്റൻസിൻ്റെ അടുത്തുനിന്ന് ഷോർട്ട്സിൻ്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം എന്ന് പറയുന്ന രീതിയിലാണ് നിഫ്റ്റിയിലും നമുക്കത് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ വരും ദിവസങ്ങളായാലും നിഫ്റ്റിയുടെ റൈറ്റ് സപ്പോർട്ട് ഏതാണ്, റെസിസ്റ്റൻസ് ഏതാണ്, ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് നമുക്ക് എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്, ചെറിയൊരു ടൈം ഫ്രെയിമിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസത്തിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നത് നിഫ്റ്റി 27,200 മുകളിൽ പോയി കഴിഞ്ഞാൽ സ്ട്രോങ് ആണ്. പക്ഷേ 200 താഴെ നിലനിർത്തി കഴിഞ്ഞാൽ വീക്ക്നെസ് ആണ്. നിഫ്റ്റിയുടെ രാവിലത്തെ ഒരു ഓപ്പണിംഗ് നോക്കുക. രാവിലത്തെ ഒരു ഓപ്പണിംഗ് നമ്മൾ നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ട് എത്രയെന്ന് ശ്രദ്ധിക്കുക. 25,130. ഇതാണ് നമ്മൾ നൽകിയിരിക്കുന്ന രാവിലത്തെ സപ്പോർട്ട്. നമ്മൾ എപ്പോഴും സൂചിപ്പിക്കുന്നതാണ്, എപ്പോഴും നല്ലൊരു എൻട്രി, ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നുള്ളൊരു എൻട്രി ആയിരിക്കണം നല്ലൊരു എൻട്രി വരേണ്ടത്. ഈ ഒരു സപ്പോർട്ടിൽ നിന്നാണ് വലിയൊരു ഓപ്പർച്യൂണിറ്റി വന്നിരുന്നത്. ഈ ഒരു ഏരിയയിൽ റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. അതിനുശേഷം ആയാലും നിഫ്റ്റിയിലും 27,200 ഹോൾഡ് ചെയ്തതിന് ശേഷം ഈ ഒരു സപ്പോർട്ടും ഹോൾഡ് ചെയ്ത് നിലനിൽക്കുന്നതാണ് നമ്മൾ കണ്ടിരുന്നത്. 27,200 സപ്പോർട്ടും ഹോൾഡ് ചെയ്തു. അതിനുശേഷമാണ് 27,300 മുകളിലേക്ക് ഒരു ഹൈ റേസ് ചെയ്തിരിക്കുന്നത്. 27,317 നിഫ്റ്റിയുടെ ഹൈ റേസ് ചെയ്തിരിക്കുന്നത്. അപ്പം അതിനുശേഷം ഈ ഒരു സപ്പോർട്ടിൻ്റെ ഒരു താഴെ വന്നതിന് ശേഷം നോക്കുക, മാർക്കറ്റിൻ്റെ ഒരു വീക്ക്നെസ് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഈ ലെവലിൽ നിന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് നിഫ്റ്റിയിൽ വന്നിരുന്നു. ഈ ഒരു ലെവലിൽ സപ്പോർട്ട് ഉണ്ടെങ്കിലും മാർക്കറ്റിൽ മൊമെൻറ്റം മാർക്കറ്റിൽ കിട്ടിയിരുന്നില്ല. ഇപ്പോൾ എപ്പോഴും റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് മാനേജ് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസിൻ്റെ അടുത്ത് നിന്നുള്ള ഓപ്പർച്യൂണിറ്റി, ബൈർ ഓപ്പർച്യൂണിറ്റി ആയാലും ഷോർട്ട്സിൻ്റെ ഓപ്പർച്യൂണിറ്റി ആയാലും യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിഫ്റ്റിയുടെ ആയാലും അപ്പ് മൊമെൻറ്റത്തിനായാലും ഈ ഒരു മൊമെൻറ്റത്തിനായാലും സ്ട്രെങ്ത് ഇല്ലാത്തത് ക്ലോസിംഗ് ലെവൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലോസിംഗ് ലെവൽ 25,230 മുകളിലേക്ക് ക്ലോസ് ചെയ്താൽ നെക്സ്റ്റ് ഡേ മുതൽ തന്നെ സ്ട്രോങ് ആയിട്ടൊരു അപ്പ് മൊമെൻറ്റം പ്രതീക്ഷിക്കാം. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ സ്റ്റിൽ ക്ലോസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റിൽ കൺസോൾട്ടേഷൻ മാർക്കറ്റ് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ എക്സാക്റ്റ് ആയിട്ടുള്ള ട്രെൻഡിൽ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ഏതാണ് റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട്, ഏതാണ് റൈറ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് നമുക്ക് നോക്കാം. കുറച്ചൊരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ആകെ അങ്ങനെ വരച്ചിട്ടുണ്ട്. പക്ഷെ അത് വിചാരിച്ച് പേടിക്കേണ്ട. ഈസി ആയിട്ട് മാനേജ് ചെയ്യുന്ന രീതി ഒന്ന് ശ്രദ്ധിക്കുക. കൃത്യമായിട്ട് ഈ പറയുന്ന കാര്യങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ വളരെ ഈസി ആയിട്ട് നമുക്കത് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. 24,980 താഴെയാണ് നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യുന്നതെങ്കിൽ ഷോർട്ട് സെല്ലിന് മാത്രമാണ് ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക. 24,980 താഴെയാണെങ്കിൽ ഷോർട്ട് സെല്ലിന് മാത്രം ഇമ്പോർട്ടൻ്റ് നൽകുന്ന രീതിയിൽ എപ്പോഴും ട്രേഡിംഗ് പ്ലാനുകൾ നിലനിർത്തുക. ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻ്റ് നൽകണമെങ്കിൽ ഈ ഒരു ഏരിയ 25,060 മുകളിൽ സസ്റ്റെയിൻ ചെയ്യണം. പക്ഷെ പ്രത്യേകം 24,980 താഴെ വീക്ക്നെസ് ആണ്, കൂടുതൽ വീക്ക്നെസ് ആണ്. അതിൻ്റെ താഴെ നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്താൽ നിഫ്റ്റിയിൽ സഡൻ ആയിട്ടുള്ളൊരു പ്രോഫിറ്റ് ബുക്കിങ്ങിന് സാധ്യതയുണ്ട്. 27,060 ഈ ഒരു ലെവൽ സെൻസ്. അപ്പോൾ ഈ ഒരു ലെവൽ നമുക്ക് മാനേജ് ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഈ ലെവലിൽ തൊട്ടടുത്തൊരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ആണ്. ഈ റേഞ്ചിലാണെങ്കിൽ ട്രേഡ് ചെയ്യാതിരിക്കുക. ഈ റേഞ്ചിൽ നിന്ന് എങ്ങോട്ടെങ്കിലും ബ്രേക്ക് ചെയ്യുമ്പോൾ ആ ഒരു റേഞ്ചിലേക്ക് ഫോളോ ചെയ്യുക. അതായിരിക്കും ഏറ്റവും ബെറ്റർ. 27,060 മുകളിലാണ് ഹോൾഡ് ചെയ്യുന്നെങ്കിൽ ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യുക. പക്ഷേ തൊട്ടടുത്ത റെസിസ്റ്റൻസ് ഏരിയകളാണ്. അതേപോലെ തന്നെ 25,200 ബൈക്ക് എപ്പോഴാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടതെങ്കിൽ നിഫ്റ്റി 25,140 200
ഹോൾഡ് ചെയ്തിട്ട് ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിലാണ് ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്നത്. ഈ ഒരു ലെവലിലായാലും ചെറിയ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയാലും 25,140 താഴെ നിലനിർത്തി കഴിഞ്ഞാൽ വീക്ക്നെസ് ആണ്. പക്ഷേ ഈ ഒരു റേഞ്ച് ഒരു സപ്പോർട്ട് ഏരിയ ആണ്. ഇത് ബ്രേക്ക് ചെയ്താൽ ഇതിൻ്റെ താഴെ സസ്റ്റെയിൻ ചെയ്താൽ കൂടുതൽ വീക്ക്നെസ് ആയിരിക്കും. ഇൻട്രാഡേയിൽ സസ്റ്റെയിൻ ചെയ്താലും കൂടുതൽ വീക്ക്നെസ് ആയിരിക്കും. ഇപ്പോൾ 25,200 മുകളിൽ ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ എടുക്കാം. ഇന്നത്തെ പോലെ തന്നെ ഹയർ ലെവൽ റെസിസ്റ്റൻസ് 25,275 ആണ്. ഹയർ ലെവലിലുള്ള റെസിസ്റ്റൻസ് 275, അതേപോലെ തന്നെ 25,315 25,315 മുകളിൽ പോയാലും 315 താഴെ വന്നാൽ റിവേഴ്സ് ആകുന്ന രീതിയിൽ ട്രേഡുകൾ പ്ലാൻ ചെയ്യുക. ഇൻ കേസ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണെന്ന് കരുതുക, 24,980 സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ടാണെങ്കിൽ നിഫ്റ്റി കൂടുതൽ വീക്ക്നെസ് ആണ്. ഇതിൻ്റെ ഒരു താഴെ ചെറിയ ടൈം വരെ ലോ ബ്രേക്ക് ചെയ്താൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റിക്ക് മാത്രം കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുക. ലോവർ ലെവലിലെ സപ്പോർട്ട്, അതുകൊണ്ട് തന്നെ ബൈ ഓപ്പർച്യൂണിറ്റി ഈ ഒരു സപ്പോർട്ടിൽ നിന്ന് എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇതിൻ്റെ ഒരു താഴെ സസ്റ്റെയിൻ ചെയ്താൽ മാർക്കറ്റ് കൂടുതൽ വീക്ക്നെസ് ആയിരിക്കും. പിന്നെ സപ്പോർട്ട് വരുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസത്തിലൊക്കെ സൂചിപ്പിച്ചിരുന്ന പോലെ തന്നെ 24,700 അടുത്താണ് സപ്പോർട്ട് വരുന്നത്. 750 അല്ല സപ്പോർട്ട് കാണുന്നത്, 24,735 സപ്പോർട്ട് ഇന്ന് എടുത്തിരിക്കുന്നത്. 24,735. അതിന് താഴെ സപ്പോർട്ട് കാണുന്നത് 24,645. ഇതാണ് സപ്പോർട്ട് വരുന്നത്. ഇപ്പോൾ നിഫ്റ്റിയിലായാലും ഇത്തരം സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് മാനേജ് ചെയ്യുക. നമ്മൾ ഈ ഒരു ഏരിയയിൽ സപ്പോർട്ട് എടുത്തിട്ടില്ല, സപ്പോർട്ട് ഏരിയകൾ മാർക്ക് ചെയ്തിട്ടില്ല. കാരണം ഈ ഏരിയ കുറച്ചൊരു ഡേഞ്ചർ സോണാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള നമുക്കൊരു ഡയറക്ഷൻ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് എടുത്തിട്ടില്ല. നമുക്ക് ഈ ഒരു ലെവൽ ഇൻ കേസ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ഒക്കെ ആണെങ്കിൽ ഓപ്പണിംഗ് ഇൻ്റർവെല്ലിൽ ചിലപ്പോൾ ഈ ഒരു ഏരിയ സപ്പോർട്ട് നിലനിർത്താനായിട്ട് സാധ്യതയുണ്ട്. അതായത് ഈ ഒരു ഏരിയയിൽ 840 അല്ല മാനേജ് ചെയ്യേണ്ടത്, 860, 24,860 മുകളിലേക്ക് 24,860 മുകളിലേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ 24,835, 860, 24,835, 860 ഈ ഒരു ലെവൽ ബൈ ഓപ്പർച്യൂണിറ്റി 835 ഹോൾഡ് ചെയ്തുകൊണ്ട് 860 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 835 താഴെ ഷോർട്ട് സെല്ലാണ്. 860 സ്ട്രിക്റ്റ് സ്റ്റോപ്പ് ലോസ് ആണ്. 735 അടുത്തൊരു സപ്പോർട്ട്. എപ്പോഴും ശ്രദ്ധിക്കുക, ബൈ ഓപ്പർച്യൂണിറ്റി ഈ ഒരു ഹയർ ലെവൽ 25,600 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമ്പോൾ മാത്രം ഇതിൻ്റെ ഒരു താഴെ കൂടുതൽ വീക്ക്നെസ് എന്ന് പറയുന്ന രീതിയിൽ മാർക്കറ്റിനെ മാനേജ് ചെയ്യാം. മാർക്കറ്റിൽ വലിയ ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് വരും ദിവസങ്ങളിലെ അപ്ഡേറ്റിൽ വീണ്ടും കാണാം. താങ്ക്